കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ വർത്തമാന പത്രങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു. ഇസ്രയേലും രോഗരാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നം യേശുക്രിസ്തുവിന്റെ വരവിന്റെ ചിത്രമാണ്, അടയാളമാണ്. പ്രകൃതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളാണ്. ശാസ്ത്ര സാങ്കേതികമായ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളാണ്. ആത്മിക മതപരമായ മണ്ഡലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണർവ് യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളാണ്. ഇന്ന് കാണുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളാണ്. അവൻ വരാറായിരിക്കുന്നു. എന്നാൽ അത് നമ്മെ സംബന്ധിച്ച് ഇതിന്റെ ഈ ആശയത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇന്ന് രാത്രി പരിശോധിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ, ക്രമപ്പെടേണ്ട സ്ഥാനങ്ങളിൽ ക്രമപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മുടെ സകല അനീതിയും പോക്കുവാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്ന ചില പാളിച്ചകൾ ഇന്ന് രാത്രി നാം അവനോട് ഏറ്റുപറഞ്ഞാൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ ഈ മണ്ഡലത്തിൽ സമാധാനമില്ല, ഈ സഹോദരനും ഞാനും തമ്മിൽ സമാധാനമില്ല, എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും തമ്മിൽ ചില നാളുകളായി രമ്യതയിലല്ല, എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആവോളം വിട്ടുവീഴ്ച ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് ചെയ്തും സമാധാനം സ്ഥാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനതാണ് ആഗ്രഹിക്കുന്നത്. അവൻ നമ്മളെ അങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കുവിൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷയിലേക്ക് കടക്കാം. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്തുകൊണ്ട് താമസിക്കുന്നു, അതിൻ്റെ അടയാളങ്ങൾ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ സാധിച്ചു. കർത്തൃദാസന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വരവിനെക്കുറിച്ചാണല്ലോ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അവിടുത്തെ വരവ് താമസിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിവിധ കാര്യങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അസമാധാനം ഞങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നത് അനുഭവിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി അവിടുത്തെ ജനമായി ഞങ്ങൾ ആയിരിക്കുന്നത് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ കർത്താവ് ക്ഷമിക്കുകയും അവിടുത്തെ വരവ് കർത്താവിൻ്റെ സമയത്ത് തന്നെ നടക്കുകയും ചെയ്യണമേ. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടുത്തെ വരവ് ആസന്നമായിരിക്കുന്നുവല്ലോ. ഇതുവരെയും പാപമോചനം പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവർ ഇന്ന് തന്നെ പാപമോചകനായ രക്ഷിതാവായ കർത്താവിനെ, വീണ്ടും വരുന്ന യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് പവിത്രമായ ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ ഈ വചന കേൾവി മൂലം ഇടവരുത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആദ്യോടന്തം ഭരിച്ച് നടത്തണമേ, അനുഗ്രഹിക്കണമേ, മഹത്വം അങ്ങെടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കാനായിട്ട് പോവുകയാണ്. അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കുവാനുള്ള സാവകാശമുണ്ട്. വളരെ കൃത്യമായി തന്നെ സമയം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഗായക സംഘം ഇപ്പോൾ ഗാനങ്ങൾ ആലപിക്കുന്ന
ഹലോ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കോട്ടയം കൺവെൻഷന്റെ ആദ്യ ദിനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചു. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ പാട്ടോത്സവത്തിലെ മൂന്നാമത്തെ പാട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ.